പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലേക്ക് വിളിക്കുന്ന ഓരോ വ്യക്തികളും എൻ്റെ വീഡിയോസ് എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് കണ്ടതിന് ശേഷം വിളിക്കുന്നവരാണ് അവർ. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഭയങ്കരമായ ആത്മവിശ്വാസത്തോടു കൂടി വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരുടെയും ശക്തിയെക്കുറിച്ചും നടത്തുന്ന പൂജകളെ കുറിച്ചും ഹോമങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, പൊയ്യാറ മഠത്തിൽ വന്ന നിങ്ങളുടെ കാര്യം എന്തായാലും നടക്കും എന്ന് തന്നെയല്ല അവരോട് പറയേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിഷ്ണുമായ സ്വാമിക്കും ചാത്തന്മാർക്കും ശക്തിയുണ്ടോ എന്നറിയണമെങ്കിൽ ഒന്ന് ചുറ്റുവട്ടത്ത് നോക്കിയാൽ മതി. അതിശക്തമായിട്ടുള്ള അമ്പലങ്ങൾ വളർന്നിട്ടുള്ളത് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരെയും മാത്രമല്ലേ അവർ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. സ്വാമിക്ക് വേണ്ട നിവേദ്യങ്ങളും സ്വാമിക്ക് വേണ്ട പൂജകളും സ്വാമിക്ക് വേണ്ട കാര്യങ്ങളും മാത്രം ചെയ്തുകൊണ്ട് അതിസമ്പന്നതയിലേക്കും അതിശക്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണുമായ സ്വാമിക്ക് ചാത്തന്മാർക്ക് ശക്തി ഉള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് മാർക്കറ്റിംഗ് ഐഡിയ ഉള്ളതുകൊണ്ടല്ല, കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല. ഒരു ശക്തി എന്ന് പറയുന്നത് അവിടെ സാന്നിധ്യമായിട്ടുള്ളത് കൊണ്ടാണ് ഓരോരുത്തരും വളർച്ചയിലേക്ക് എത്തിയത്. അല്ലാണ്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വളർച്ചയിലേക്ക് എല്ലാവരും എത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കാര്യം ചെയ്ത് മാർക്കറ്റ് ചെയ്താൽ മതി. അപ്പോ വിഷ്ണുമായ സ്വാമിക്കും ചാത്തന്മാർക്കും പൊയ്യാറ മഠത്തില് അത്രയും ശക്തി ഉണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ആൾക്കാരോട് പറയണു. എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങള് ഇനിയും എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ്. എന്ത് പ്രശ്നം വന്നാലും എനിക്ക് പേടിയില്ല. നമുക്ക് പ്രശ്നം വരില്ല എന്നല്ല എന്റെ അർത്ഥം. പ്രശ്നങ്ങൾ എന്ത് വേണേ വന്നോട്ടെ, പക്ഷെ ഫൈനലി വിജയിക്കുന്നത് ഞാൻ തന്നെ ആവും എന്നുള്ള എൻ്റെ ആത്മവിശ്വാസം എനിക്ക് വെറുതെ കിട്ടിയല്ല. അതെന്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും എനിക്കത് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതിന്റെ ഇടയിൽ എന്ത് വേണേലാവട്ടെ, ഗെയിം ആണെങ്കിൽ പോലും അവസാനമാണ് അതിന്റെ റിസൾട്ട് പറയുക. അതുപോലെ തന്നെയാണ് ജീവിതം. ജീവിതം ഒരു കളിയേറ്റെടുക്കുമ്പോ തുടക്കത്തിൽ പരാജയം ഉണ്ടോ, നടുക്കിൽ പരാജയം ഉണ്ടോ എന്നുള്ള അവസാനത്തിൽ നിങ്ങൾ വിജയിച്ചോ എന്നാണ് ചോദ്യം. അപ്പൊ പൊയ്യാറ മഠത്തിൽ വരുന്ന ഓരോ വ്യക്തിക്കും പൂജയാവട്ടെ ഹോമാവട്ടെ വിഷ്ണുമായ സ്വാമിയെ പ്രസാദിപ്പിക്കാൻ നിങ്ങളുടെ ഭക്തി കൊണ്ടും നിങ്ങളുടെ വിശ്വാസം കൊണ്ടും നിങ്ങൾ കൊടുക്കുന്ന നിവേദ്യങ്ങൾ കൊണ്ടും നിങ്ങൾ ചെയ്യുന്ന ഓരോ പൂജ കൊണ്ടും പൂർണ്ണമായിട്ടുള്ള ഭക്തിയോടെ ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യം നടക്കുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പൊ അത് നമ്മൾ ചെയ്തുണ്ടോ നമ്മൾ നോക്കണം. 99.9% ആൾക്കാരും ചിലപ്പോൾ സാമ്പത്തികം മുടക്കും, ചിലപ്പോ ഒന്ന് തൊഴും, ചിലപ്പോ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ നടന്നിട്ട് പൈസ പോയി പണം പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനർജിയാണ്. ആ എനർജി നമ്മളാണ് സ്വീകരിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലാണ് അതിന്റെ ബ്ലെസ്സിങ് കിട്ടുക. അപ്പൊ നമ്മുടെ ഓറയായാലും നമ്മളുടെ ബോഡി ആണെങ്കിലും വിഷ്ണുമായ സ്വാമിയുടെ ശക്തി അങ്ങോട്ട് നമ്മുടെ മേത്തങ്ങോട്ട് വരുമ്പോണ്ടല്ല നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും നടക്കും. ആ എനർജി നിങ്ങൾ സ്വീകരിക്കാനുള്ള ആ രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രോസസ്സാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോ നിങ്ങൾ 100% വിജയിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ അതിന് സംശയിച്ചാലാണ് നിങ്ങൾക്ക് നടക്കാണ്ടിരിക്കുള്ളൂ. അപ്പോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ എനിക്ക് നന്നാക്കാൻ പറ്റുക? നിങ്ങൾക്ക് സംശയമില്ല, എനിക്കും സംശയമില്ല, ശക്തിയിലും നമുക്ക് ആർക്കും സംശയമില്ല. കാരണം ശക്തി ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയധികം വളർച്ച ഉണ്ടാവുന്നത്. ആ ഒരു കോൺഫിഡൻസും ആ ഒരു ആത്മവിശ്വാസത്തോടെ എനിക്ക് പറയാൻ സാധിക്കുന്നു. മറ്റുള്ളവര് അത് പറയുന്നുണ്ടോ പറയില്ലേ, അല്ലെങ്കിൽ അവർക്ക് വിഷ്ണുമായ സ്വാമി അങ്ങനെയാണ് ആനയാണ് കുതിരയാണെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് സ്വാമിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ നടക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കൽ തന്നെയാണ് ഓരോ ഉപാസകനും. ആ സ്വാമിയെ വിശ്വസിക്കുന്നു, ആ സ്വാമി എന്ന ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. അല്ലാണ്ട് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ നടക്കും എന്ന് പറയാൻ എല്ലാവർക്കും പറ്റില്ലേ? അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് ഉറപ്പ് പറയണമെങ്കിൽ ആ ശക്തിയെ മനസ്സിലാക്കാൻ, ആ ശക്തിയെ അടുത്തറിയാനും ആ ശക്തി നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അങ്ങനെ എനിക്ക് ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറയണു, നിങ്ങൾക്കതിന് ഏത് രീതിയിൽ വേണമെങ്കിലും കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുമായ സ്വാമി ചാത്തന്മാർ എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അത് സത്യ. അതെനിക്ക് അനുഭവമായിട്ടുള്ളതാണ്. എൻ്റെ ശരീരത്തിൽ വരുന്ന എനർജിയെ എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. അത് ഏതൊരു വ്യക്തിയെയും നാളുകളിൽ ലൈഫ് തന്നെ അവൻ വിശ്വസിക്കുകയാണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതിനുള്ള കഴിവ് എനിക്ക് സ്വാമി തന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടും അത് ആവശ്യമുള്ളവരും ആർക്കാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളത് തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ് കൊടുക്കണേ. വരുന്ന എല്ലാവർക്കും നമ്മൾ ചെയ്തു കൊടുക്കാറില്ല.
അവർക്ക് അതിന് അർഹതയുണ്ടെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള ഒരു പൂജകൾ എടുക്കാറുള്ളൂ. അത് തന്നെയാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിന്റെ വിജയം. അങ്ങനെ നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് തരുമ്പോ നിങ്ങളെ അടുത്ത് അങ്ങനെയല്ലേ ഞാൻ പറയേണ്ടത്. ഇതിനെ നിങ്ങൾ വേറെ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. വളരെ ശക്തിയോടുകൂടി വിഷ്ണുമായ സ്വാമി ചാത്തന്മാരെ ശരിക്കും വിശ്വസിക്കുന്ന ഒരു ഉപാസകൻ അനുഭവം കൊണ്ട് പറയണായിട്ട് കണ്ടാൽ മതി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഭൂമിയിൽ അത് മാറ്റാൻ പറ്റുമോ, ഇനി വയനാട്ടിലെ പ്രശ്നം തീർക്കാൻ പറ്റുമോ, ഹേമ കമ്മിറ്റിയെ മാറ്റാൻ പറ്റുമോ, ഇതൊക്കെ ഫൂളിഷ്നെസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണോ, അങ്ങനെയുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ലോകത്തെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് ഒരാൾക്ക് ഇന്നത്തെ കാര്യം ശരിയാക്കാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം സ്വയം രക്ഷപ്പെടുക. ഓരോരുത്തരും രക്ഷപ്പെട്ട ഈ സമൂഹം രക്ഷപ്പെടും. അങ്ങനെ ഓരോരുത്തരും രക്ഷപ്പെടാനുള്ള കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാണ്ട് എല്ലാ കാര്യം ശരിയാക്കിയിട്ട് നമുക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെട്ട ചരിത്രം ആരുമില്ല. നിങ്ങൾ മാറിയാൽ ലോകം മാറും. അതുപോലെ ഞാൻ മാറിയാൽ എന്റെ കുടുംബം മാറുന്നത് പോലെ നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ കുടുംബത്തിലും വിജയം ഉണ്ടാവും. അതിന് വിഷ്ണുമായ സ്വാമി ചാത്തന്മാരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.